ഈ മുകേഷ് ചേട്ടൻ എന്നെ പറ്റി കഥ പറഞ്ഞാൽ കേട്ടില്ലല്ലോ. മുകേഷ് ചേട്ടൻ എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി. എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അല്ലെങ്കിൽ പറയുമ്പോൾ മുകേഷ് പാട്ട് എഴുതുന്ന ആളില്ല, എനിക്ക് വയലാണെന്നാണ് വിചാരം എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് സെന്റിമെന്റ്സ് വരും. നമ്മൾ ആര് പറഞ്ഞു മുകേഷ് ചേട്ടൻ പറയാം? പിന്നെ ഇവരാണ് തീരുമാനിക്കുന്നത്. മുകേഷ് ചേട്ടൻ എഴുതും. തിരുനെല്ലിക്കാട് പൂത്തു തിന്നാൻ കിളി ഇറങ്ങി, കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ. അങ്ങനെ ട്യൂൺ ചെയ്തു ചേട്ടാ. തിരുനെല്ലിക്കാട് പൂത്തു തിന്നാൻ എന്തിനാണ് ട്യൂൺ? പക്ഷെ ചേട്ടക്ക് സുഖം അറിയിക്കുന്നേക്കാ നന്നായിരിക്കുന്നു ആണെന്റെ പ്രശ്നം. ചോരെ കാണിക്കല്ലേ, ഈ പരിഹാസം കേൾക്കാൻ വയ്യ മുകേഷ്. നിങ്ങൾ കേട്ടോ മുകേഷിന്റെ പാട്ട്? ഇല്ല, അവരുടെ അറിയാം കേട്ടോ. പിറ്റേന്ന് രാവിലെ വണ്ടി കയറി നേരത്തെ വന്നിട്ടവൻ അന്നത്തെ പാട്ടിട്ടു യേശുദാസും ഇത് ചേർന്ന് ആരംഭിക്കുന്ന ഗാനം. നമുക്ക് നേരത്തെ കാസറ്റ് ആക്കുമല്ലോ. ദാസേട്ടൻ വേറെ തിരുനെല്ലിക്കാട്. അയ്യോ, അതിനിടയ്ക്ക് പാട്ട് സിനിമയിലെടുത്തോ? എന്ത് പറ്റൂ? ഞാൻ പാട്ട് ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു ഇന്ന് മുകേഷ് എഴുതി പാട്ട് സിനിമ വന്നിരിക്കുന്നു. ചേച്ചി, ഇത് ജോഷി സാറിന്റെ പടത്തിലെ പാട്ട് മുകേഷനും പാർവതി കൂടെ അഭിനയിച്ചു. ഞാനേ കൊണ്ട് വിട്ടിട്ട് കൊണ്ടുപോകുന്നു. ഷോ, എനിക്കാണെങ്കിൽ അപ്പ കൈ കെട്ടിയിട്ട് ഇങ്ങനെ എടുത്തൊക്കെ നോക്കി എറിയണം. എനിക്ക് മോനൊക്കെയായിട്ട് സഹിക്കാൻ വയ്യ. ഞാൻ ആ ലൊക്കേഷനിലേക്ക് എല്ലാവരോടും പറഞ്ഞില്ലേ പാട്ടിനെ കുറിച്ച്. കിളിയാട്ടും പെണ്ണെ തിരുകാവിൽ പോകാം, കിളിയാട്ടും പെണ്ണെ കണ്ണെ തിരുകാവിൽ പോകാം, കരിവളയും ചാന്തും വാ.